എടേ പാതിരാ കുർബാന കഴിഞ്ഞ് 50 ദിവസം നോയിമ്പും കഴിഞ്ഞ് നീ എന്നാ പരിപാടി അത് പറ. പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സമയത്തെല്ലാം കിട്ടിയാൽ മതി. 50 ദിവസത്തെ ക്ഷീണം അത് ഞാൻ ഇന്ന് തീർക്കും. ഒരു അച്ഛൻ പേരുണ്ട്, വിഷയം മാറ്റി. പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞ് എന്നോട് പിള്ളേരെ ഒരു ചർച്ച. ഒന്നുമില്ല അച്ഛാ, ഞങ്ങൾ ചുമ്മാ ഈസ്റ്റർ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു. ഈസ്റ്ററൊക്കെ ആഘോഷിക്കുന്നത് കൊള്ളാം, അത് പക്ഷെ നമ്മുടെ കർത്താവിന് ചേരുന്ന രീതിയിൽ ആയിരിക്കണം കേട്ടോ. 50 ദിവസം കൊണ്ട് നോമ്പെടുത്തുണ്ടാക്കിയ ചൈതന്യം ഒരൊറ്റ ദിവസം കൊണ്ട് കളയരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അല്ല ചേ, ഈസ്റ്റർ ആയതുകൊണ്ടേ എല്ലാവരും കൂടെ ഒന്ന് കൂടാന്ന് വിചാരിച്ചത്, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒത്തുകൂടണം, സന്തോഷിക്കുകയും വേണം. പക്ഷെ അത് ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്തുകൊണ്ടാകരുത്. നിങ്ങൾ ഈ ചെറുപ്പക്കാരോട് ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരച്ഛനെന്ന നിലയിൽ എനിക്കല്ലേ പറ്റത്തുള്ളൂ. അപ്പം 50 ദിവസം നോമ്പെടുത്തുണ്ടാക്കിയ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്ലാനിങ് നടക്കട്ടെ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.